ഹലോ ഫ്രണ്ട്സ്, ഡെവിൾ പണീഷറിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇനി ദിവസത്തെ എപ്പിസോഡിൽ കണ്ടതൊക്കെ ഒറ്റ നോട്ടത്തിലൊന്ന് കണ്ടാലോ. നമ്മുടെ ഹീറോയിനെ സ്വർഗ്ഗലോകത്ത് നിന്ന് തട്ടിക്കൊണ്ട് പ്രേതം ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവൾക്ക് അതുവരെയുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്തിനാണ് പ്രേതം അവളെയും കൊണ്ട് ഈ ഭൂമിയിലേക്ക് എത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സ്വർഗത്തിന്റെ ഹെഡ് പ്രേതം ഹീറോയിനെയും കൊണ്ട് ഭൂമിയിലേക്ക് വന്നതിന്റെ കാരണം അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. രാത്രിയിൽ ഒരു യുവാവ് ബൈക്കിൽ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്റെ പുറകിൽ ഒരു പ്രേതം പ്രത്യക്ഷപ്പെടുന്നു. പ്രേതത്തെ കണ്ട് പേടിച്ച യുവാവിന്റെ കയ്യിൽ നിന്ന് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുന്നു. എന്താണ് തന്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് നോക്കുന്ന യുവാവിന്റെ മുൻപിലേക്ക് പ്രേതം കയറി വരികയും ചെയ്യുന്നു. ഇവിടെയായിരുന്നല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് നോക്കാം. ഈ സമയം നമ്മുടെ ഹീറോ ആവട്ടെ ഹീറോയിന് എന്ത് മെസ്സേജ് അയക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ബൈക്കിൽ നിന്ന് വീണ യുവാവിനെ പ്രേതം ഉപദ്രവിക്കുന്നതായി അവരറിയുന്നു. അവർ മൂന്നുപേരും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. എത്തിയ ഉടനെ തന്നെ ആ പ്രേതത്തെ പിടിച്ചുകെട്ടാനായി അവർ ശ്രമം നടത്തുന്നു. ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മുടെ ഹീറോയിനും അവളുടെ കൂട്ടുകാരിയും കൂടി നല്ല ഹാപ്പി ആയിട്ട് സെൽഫി എടുത്തുകൊണ്ടിരുന്നത്. ഈ സമയം ഹീറോയിന്റെ ദേഹത്ത് കയറി അവനോട് ഫൈറ്റ് ചെയ്യാമെന്ന് ഈ പ്രേതം വിചാരിക്കുന്നു. ഇത് പ്രേതത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. എന്നാൽ ഹീറോ തക്കതായ സമയത്ത് തന്നെ അത് തടുക്കുന്നു. പ്രേതം ഹീറോയുടെ ശരീരത്തിൽ കൂടെ കയറി ഇറങ്ങുന്നു. അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചിട്ട് പ്രേതം അവിടുന്ന് അപ്രത്യക്ഷമാവുന്നു. ഇത് സംഭവിച്ച ഉടനെ തന്നെ ഹീറോയിനും അവളുടെ കൂട്ടുകാരിയും ഹോട്ടലിലെ മുറിയിലേക്ക് എത്തുന്നു. എന്നാൽ അവരെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. തലേദിവസം ഹീറോ അവരുടെ മനസ്സിലുള്ള പ്രേതത്തെ കണ്ട ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഓർമ്മയില്ലെങ്കിലും തലേദിവസം സെൽഫി എടുത്ത കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് നോക്കിയാൽ എങ്ങനെയാണ് തങ്ങൾ ഈ മുറിയിലേക്ക് എത്തിയെന്ന് മനസ്സിലാവൂന്ന് പറഞ്ഞ് ഹീറോയിൻ ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നു. അങ്ങനെ ഓരോ ഫോട്ടോകളും മാറി നോക്കുമ്പോൾ അവൾ ആ പ്രേതത്തെ കാണുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ സമയം അവളുടെ ഫ്രണ്ട് ആവട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് നോക്കുന്നു. ദൈവമേ, അവളും പ്രേതത്തെ കാണുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവള് ഉടനെ തന്നെ പറയുന്നത്, ഈ ഫോട്ടോ എടുത്തത് ശരിയായില്ല, എന്റെ മുഖം ക്ലിയർ ആയി, ഈ ബാക്ക്ഗ്രൗണ്ട് തീരെ ശരിയായില്ല, നിനക്ക് നേരെ ചൊവ്വേ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അറിയില്ലേ എന്ന് ചോദിച്ച് അവളെ കുറ്റപ്പെടുത്താൻ ഒരുങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയെയും വാൽ സ്പിരിറ്റിനെയും അതുപോലെ വൃദ്ധനെയുമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൃദ്ധനും വാൽ സ്പിരിറ്റും കൂടിയാണ് അവരെ രണ്ടുപേരെയും ഹോട്ടലിലെ മുറിയിലേക്ക് കിടത്തി അവരുടെ ഓർമ്മകൾ മായ്ച്ചു കളയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയിൻ സംഘവും കൂടി ആക്രമിച്ച ആ ഗോസ്റ്റിന്റെ സകല വിവരങ്ങളും ആ ഉപകരണം ഉപയോഗിച്ച് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ആ ഉപകരണം ഉപയോഗിച്ച് ആ പ്രേതത്തിന്റെ പേര്, വയസ്സ്, ജനിച്ചത് എവിടാണെന്നും അതുപോലെ തന്നെ പ്രേതത്തിന്റെ കുഞ്ഞ് അതിന്റെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു പോയിരുന്നു. അതിന് കുറെ നാളുകൾക്ക് ശേഷം പ്രേതമായിരുന്ന ആ പെൺകുട്ടിയും മരിച്ചു പോകുന്നു. ആ പെൺകുട്ടിക്ക് ഇനിയും ജീവിക്കാൻ ആയുസ്സുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മരിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും കൊന്നതായിരിക്കാമെന്ന് അവർ ഊഹിക്കുന്നു. അവളെ കൊന്നവരുടെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു. എന്നിരുന്നാലും അവളൊരു സാധാരണ പ്രേതമല്ല. ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തായാലും പിടിച്ചു കെട്ടണമെന്ന് വിചാരിച്ചതിന്റെ പ്രേതം പോയ വഴികളൊക്കെ തന്റെ ശക്തി ഉപയോഗിച്ച് നോക്കുന്നു. പ്രേതം വളരെ സ്പീഡിൽ വഴിയിലൂടെ പോകുന്ന ഹീറോ ആവട്ടെ അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ പുറത്തേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഗോസ്റ്റുമായി ഫൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ഹീറോ പോയിരുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിലും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോയിലും അങ്ങോട്ട് വന്നത്. ഈ സമയം നമ്മുടെ ഹീറോ അവളുടെ ഫോണിലേക്ക് കുറച്ച് സ്റ്റിക്കർ അയക്കുന്നു. ഈ സമയത്ത് എന്തിനാണ് ഇവരിങ്ങനെ സ്റ്റിക്കർ അയക്കില്ലെന്ന് ആലോചിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഈ സമയം ഹീറോ പെട്ടെന്ന് അവളുടെ അടുത്ത് വന്നിട്ട് ഞാൻ അയച്ച സ്റ്റിക്കർ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവള് പെട്ടെന്ന് പേടിച്ച് കൈ പുറകോട്ട് വലിക്കുന്നു. തന്റെ പവർ ഉപയോഗിച്ച് പുറകോട്ട് മാറുന്നു. അപ്പോൾ ഇത് ചെറിയൊരു മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പാണെന്ന് അവളോട് പറയുന്നു. അതിനുശേഷം അതൊക്കെ വിട്, ഈ സ്റ്റിക്കർ എന്തിനാ അങ്ങനെ അയക്കുന്നത്, എനിക്കത് ഇത്ര ഇഷ്ടമല്ല എന്ന് പറയുള്ളൂ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും വലിയ ചെയ്യില്ല എന്ന് അവൻ പറയുള്ളൂ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് എന്നെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മറന്നു പോയിരിക്കുന്നു. നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് നിനക്കറിയേണ്ട കാര്യങ്ങൾ സമയമാകുമ്പോൾ നീ അറിയും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ നടന്നു പോകാനൊരുങ്ങുന്നു. എന്നാൽ ഹീറോയിൽ അവനെ വിടാൻ തയ്യാറാവുന്നില്ല. വീണ്ടും അവൾ ആവർത്തിച്ചുകൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം പ്രേതത്തിന്റെ അടുത്ത് നിന്ന് അവളെ രക്ഷിച്ച ചെറിയ ഓർമ്മകൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അറിയേണ്ട സമയം വരുമ്പോൾ തീർച്ചയായും നീ അറിയുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഹീറോയിൻ ആവട്ടെ അവനെ വിടാൻ സമ്മതിക്കാതെ അവന്റെ പുറകെ ഓടുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്തെല്ലാം അവൾ ഒരു കാറിന്റെ പറയിലേക്ക് ഒളിക്കുന്നു. അതിനുശേഷം അവൻ മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും അവന്റെ പുറകെ പോകുന്നു. എത്ര നേരം അവളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ നോക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഹീറോ മുമ്പോട്ട് നടന്നു പോകുന്നു. അവനെ ഫോളോ ചെയ്ത പോലെ ഹീറോയിൻ ആവട്ടെ നല്ല വഴിയിൽ ഒരാളെ ചെന്നിടിക്കുന്നു. അയാളുടെ മയത്തേക്ക് കോഫിയൊക്കെ തട്ടി ഒഴിക്കുന്നുണ്ട്. വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ പ്രൊഫസർ ആയിരുന്നു. അവൾക്ക് ജോലിയൊക്കെ കൊടുത്തില്ലേ ആ പ്രൊഫസർ. ഇവള് പെട്ടെന്ന് ക്ഷമാപണം നടത്തുന്നുണ്ട്.
അതിനുശേഷം അയാൾ പറയലുണ്ട് കുഴപ്പമില്ല, ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചോളാമെന്ന്. എങ്കിലും അവൾക്ക് അത് ഒരു സമാധാനവും വരുന്നില്ല. അവള് അയാളെ അടുത്തുള്ള കടയിലേക്ക് കൊണ്ടുപോയി പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയം അവളെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് അവളെ കാണാത്തതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ നേരം മറ്റൊരാളാണ് അവന്റെ മുന്നിലേക്ക് വന്നു പെടുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയെ പോലെ തന്നെ മറ്റൊരു ദൈവമായിരുന്നു. പുള്ളിക്കാരനാവട്ടെ ഹീറോയുടെ അടുത്തൊരു വിവരം അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ CCTV പോലുള്ള ക്യാമറയിൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ച ആ ഗോസ്റ്റ് ഇല്ലേ, അതിലെ ദിശ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നല്ലോ CCTVയിൽ. അപ്പോൾ അത് പോയ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഹീറോ നോക്കി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഗോസ്റ്റ് ആ വഴിയല്ലായിരുന്നു പോയിരുന്നത്, മറുവശത്തോടുള്ള വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. CCTVയിൽ അവരെന്തോ മറിമായം ചെലുത്തിയിട്ടുണ്ടെന്ന് ഹീറോയോട് മറ്റേ ദൈവം പറയുന്നുണ്ട്. അങ്ങനെ CCTVയിൽ പ്രേതങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിറ്റിയിലുള്ള ജനങ്ങൾ ആപത്തിലാവുമെന്ന് ആ ദൈവം നമ്മുടെ ഹീറോയോട് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ ബേക്കറിയിൽ എന്തോ പ്രശ്നം നടക്കാൻ പോകുന്നതായി ഹീറോയ്ക്ക് തോന്നുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയത്തല്ലേ ഹീറോയുടെ കയ്യിൽ ചുവന്ന രീതിയിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഹീറോ നേരെ ടെലിപ്പോർട്ട് ചെയ്ത് മുത്തശ്ശിയുടെ ബേക്കറിയുടെ മുൻപിലേക്ക് എത്തുന്നു. ഇത് കാണുന്ന മുത്തശ്ശിയാവട്ടെ, നീ ഇങ്ങനെ വെറുതെ തെരപ്പാര നടക്കുമല്ലേ, ഒരു കാര്യം ചെയ്യും, ബേക്കറിയിൽ ഒരുപാട് ജോലികളുണ്ട്, എൻ്റെ കൂടെ കുടിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നു. ഇതേ സമയമാവട്ടെ നമ്മുടെ ഹീറോയിൻ ഷർട്ട് എടുക്കാൻ പ്രൊഫസറെ വിളിച്ചുകൊണ്ട് പോയായിരുന്നല്ലോ. അങ്ങനെ അവൾ 1-2 ഡ്രസ്സൊക്കെ എടുത്ത് അയാൾക്ക് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അതിലെ വില കാണുമ്പോൾ അവൾ വേറെ ഒന്നും നോക്കാമെന്ന് പറയുന്നു. കാര്യം അവളുടെ കയ്യിൽ അത്രയും പൈസ കാണില്ലല്ലോ, അത് അയാൾക്ക് ചേരില്ല, വേറൊരെണ്ണം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചുകൊണ്ട് വീണ്ടും പോകുന്നു മുമ്പോട്ടേക്ക്. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ കുറെ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ ബേക്കറിയിലേക്ക് കയറി വരുന്നു. അതിനുശേഷം അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്നു. അയാൾ ശ്രമിച്ച ഹീറോയെ ആവട്ടെ അവർ തടയുന്നു. അവർ നെല്ലയെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവനെ മാറ്റി നിർത്തുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ഇവിടെ നിന്ന് പോകണമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മോൻ നേരത്തെ തന്നെ പൈസ മേടിച്ചുകൊണ്ട് പോയി, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആ യുവാവ് പറയുന്നു. അതിനുശേഷം നശിപ്പിച്ച സാധനങ്ങളുടെ പൈസയും അവിടെ വെച്ചിട്ട് പോകുന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ലഞ്ചിൽ ഒരുപാട് പേര് ബ്രെഡ് ഓർഡർ ചെയ്തതാണ്, സാധനങ്ങളെല്ലാം നശിച്ചു പോയി, ഇനി എങ്ങനെയാണ് അത് കൊടുക്കാൻ പറ്റുകയെന്ന് ഓർത്ത് വിഷമിക്കുന്ന മുത്തശ്ശിയെ പെട്ടെന്ന് തന്നെ ഹീറോ പവർ ഉപയോഗിച്ച് മയക്കുന്നു. അതിനുശേഷം അവിടെയുള്ള സാധനങ്ങളെല്ലാം പവർ ഉപയോഗിച്ച് ശരിയാക്കിയതിനു ശേഷം ഒരു കുക്കായിട്ടുള്ള ഗോസ്റ്റിനെ വിളിച്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കി ശരിയാക്കി വെക്കുന്നു. മയക്കത്തിൽ നിന്ന് ഉണർന്ന മുത്തശ്ശിയാവട്ടെ തകർന്നു കിടന്നിരുന്ന ബേക്കറി ശരിയായത് കണ്ട് അന്തം വിടുന്നു. നീയാണോ ഇത് ശരിയാക്കിയെന്ന് അവർ അത്ഭുതത്തോടെ ഹീറോയോട് ചോദിക്കുന്നു. മോനെ, നീ നല്ല കഴിവുള്ളവനാ, നിനക്ക് എന്റെ കൂടെ ഈ ബേക്കറിയിൽ നിന്നൂടെ എന്ന് ചോദിക്കുന്നു. നിന്നെ ഞാൻ ഇവിടുത്തെ മെയിൻ ബേക്കർ ആക്കാന്ന് പറയുന്നു. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരിതെന്തോന്നാ പറയുന്നത്, ഞാൻ വലിയ വലിയ ഗോസ്റ്റുകളെയൊക്കെ പിടിക്കുന്ന ദൈവം എന്നെ പിടിച്ച് ഈ ബേക്കറി നിർത്താനോ. ഈ സമയം തന്നെ വീണ്ടും അവൻ്റെ കയ്യിൽ ആ ചുമന്ന രൂപത്തിലുള്ള അടയാളം വരുന്നു. വീണ്ടും എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. അവൻ അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്തു പോകുന്നു. ഈ സമയം നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് പ്രേതം വന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവളുടെ ഫ്രണ്ടിന് ആ പ്രേതത്തെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ പുറകേട്ട് മാറുന്നുണ്ടെങ്കിലും ആ പ്രേതം വീണ്ടും വീണ്ടും അവളെ ഉപദ്രവിക്കാനായി മുൻപോട്ട് വന്നു. ഇതേ സമയം ഇത് കണ്ടുകൊണ്ടുവന്ന ഹീറോ ആവട്ടെ ആ പ്രേതത്തെ തള്ളി മാറ്റുന്നു. നമ്മുടെ ഹീറോയിൻ ആദ്യമായിട്ട് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ആയിരുന്നു അവളെ നിന്നിരുന്നത്. അതിനുശേഷം അതിന്റെ ഓണറുടെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നുണ്ട് നമ്മുടെ പ്രേതം. അയാൾക്ക് ശ്വാസം വിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ പവർ ഉപയോഗിച്ച് പ്രേതത്തെ വീണ്ടും തടുക്കുന്നു. ഈ സമയം കൊണ്ട് പ്രേതം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അയാളാവട്ടെ ബോധം കിട്ട് നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഹീറോയിനും ഹീറോയും കൂടി അവളെ അയാളുടെ വീട്ടിലെത്തിച്ചിരുന്നു. അവള് പറയുന്നുണ്ട്, ഒട്ടുമിക്ക പ്രേതങ്ങൾക്കും തന്നോട് വിരോധമൊന്നും കാണിക്കാറില്ല, എന്നാൽ ഈ പ്രേതത്തിന്റെ കണ്ണിലുള്ളത് അടങ്ങാത്ത പകയായിരുന്നു. എന്താണ് തലേന്ന് രാത്രിയിൽ സംഭവിച്ചത്? അവൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ ദിവസം ആ സംഭവം ഉണ്ടായ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോ ആയിരുന്നു. അതിൽ അവന്റെ ഉണ്ടായിരുന്നു. ഇന്നലെ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് തല രക്ഷിച്ചത് നീയല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹീറോ അതിന് തല കുലുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. അതിനുശേഷം അവർ വിൻഡോയുടെ അടുത്ത് ചെന്ന് റൊമാൻറ്റിക്കായി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയമാവട്ടെ ആ ഓണർ എഴുന്നേൽക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ഹീറോ വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, അപ്പോൾ ആ പ്രേതം നിങ്ങളുടെ ഭാര്യയാണെന്ന്. അതെങ്ങനെ ശരിയാവും? എൻ്റെ ഭാര്യ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. ഭാര്യ എങ്ങനെയാ മരിച്ചത് നിങ്ങൾക്കല്ലേ അറിയാവൂ. നിങ്ങൾ എന്താണ് ശരിക്കും ഭാര്യയോട് ചേരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് ഹീറോ പറയുന്നു. വിവാഹശേഷം അവർ വളരെ സന്തോഷത്തോടാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു മാളിലൂടെ പോകുമ്പോൾ ഒരു ഡ്രസ്സ് കണ്ട് പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് വാങ്ങാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇതിലുണ്ടായിരുന്ന പൈസയൊക്കെ തന്റെ കമ്പനിയിലേക്ക് തന്നെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് പൈസ കടം വാങ്ങിച്ചും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം അയാൾക്ക് അയാളുടെ കമ്പനി നഷ്ടപ്പെടുന്നു. തന്റെ ദാരിദ്ര്യത്തിൽ ഭാര്യയും കൂടി വലിച്ചിഴിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല.
അതുകൊണ്ട് വേറൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയുമായി ഡിവോഴ്സിൽ അയാൾ ശ്രമിക്കുന്നു. പിന്നെ ബലന്തന്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അവളിങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ അതിൽ വ്യക്തമായ കാരണമുണ്ടാകുമെന്ന് പറഞ്ഞ് ഹീറോയിലെയും അയാളെയും കൂടി തൊട്ടുകൊണ്ട് അവരുടെ മരണം നടന്ന സ്ഥലത്തേക്ക് ഹീറോ അവരെ കൊണ്ടുപോകുന്നു. സമയം നമ്മുടെ പ്രേതമാവട്ടെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ പുറകിൽ നിന്നൊരു കൈ അവളെ തള്ളിയിടുന്നു. അത് മരിക്കുന്നതിന് മുമ്പ് ആരാണെന്ന് അവൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ ഇതുകൊണ്ടാണ് ഭർത്താവിനെ അവൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. ഹീറോയിലെയും ഓണറേയും ആ കാഴ്ചയിൽ നിന്ന് പുറത്തെത്തിക്കലുണ്ട് നമ്മുടെ ഹീറോ. അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് താണു വിളകി പറയുന്നുണ്ട്. പുറത്തിറങ്ങിയ ഹീറോയിനാവട്ടെ ഇനി എന്ത് ചെയ്യുമെന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നു. പ്രേതമുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ ആ വീട് സീൽ ചെയ്യുന്നു. പ്രേതത്തിനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റുമല്ലോ ഹീറോ അവളോട് ചോദിക്കുന്നു. എന്തോന്ന് അഭിനയിക്കാൻ പറ്റുമല്ലോ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനാവട്ടെ മുത്തശ്ശിയുടെ ബേക്കറിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, ആ പയ്യനും ആ പയ്യന്റെ ഗേൾഫ്രണ്ടും കൂടി നടന്നു വരുന്ന വഴിക്ക് അയാളെ അടിക്കുന്നു. എന്നോടെങ്ങനെ നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നി? നിന്റെ ജീവിതത്തിൽ ഞാനല്ലാതെ വേറെ ഒരു പെണ്ണില്ലാന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇതേതാ നിന്റെ കൂടെ ഉള്ള ഈ പെണ്ണെന്ന് ചോദിച്ച് അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പയ്യനാവട്ടെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞേ, ഞാൻ തന്നെയാണോ എന്ന് സൂക്ഷിച്ചു നോക്കുന്നൊക്കെ അവളുടെ കൂടെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടുവന്ന ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ അവനെ പിടിച്ച് അവന്റെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, നീ എന്റെ ഫ്രണ്ടിനെ ചതിക്കുമെന്നോടാ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനാട്ടെ വല്ലാതെ അന്തം വിടുന്നുണ്ട്. ഇത് ജസ്റ്റ് അവരുടെ ഒരു ആക്ട് മാത്രമായിരുന്നല്ലോ, എല്ലാം കൈവിട്ട് പോയി എന്ന് ഹീറോയിന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അടിച്ചിട്ടൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന്റെ കവിളിലൊന്നും നോക്കിയിട്ട് ഹീറോയിൻ അവിടെ നിന്ന് വലിയുന്നു. ഈ സമയം നമ്മുടെ ഫ്രണ്ട് മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. നീ അവൾക്ക് തെറ്റ് പറ്റിയതാണോ എന്ന് ഫ്രണ്ട് അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ഈ സമയമാവട്ടെ യുവാവ് അവളുടെ അടുത്തേക്ക് തിരിയുന്നു. ആ യുവാവ് അവളോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയുടെ അടുത്ത് നിന്നിട്ട് തന്റെ ആക്ടിങ് സൂപ്പർ ആയിരുന്നു എന്നൊക്കെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അവരവളുടെ മൂക്കിൽ പിടിച്ചിട്ട് വളരെ നന്നായിരുന്നു എന്ന് പറയുന്നു. അവര് വെച്ച കെണിയിൽ എന്തായാലും പ്രേതം വീഴുന്നുണ്ട്. ഇത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ യുവാവില്ലേ, അയാൾ കാർ ഓടിച്ചു പോകുമായിരുന്നു. ഗേൾ ഫ്രണ്ടും അയാളെ ഇട്ടിട്ട് പോയി. ഒരു ഗേൾ ഫ്രണ്ട് ഇരിക്കെ അവളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കാണുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തിലൂടെ കറങ്ങുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേതം അവളെ കൊല്ലാനൊരുങ്ങുന്നു. ഈ സമയം കറക്റ്റായിട്ട് തന്നെ ഹീറോ അവളെ പവർ ഉപയോഗിച്ച് പിടിക്കുന്നു. അതിനുശേഷം സ്പോർട് സ്പിരിറ്റ് ആവട്ടെ അവളെ പിടിച്ച് അങ്ങനെ തന്നെ അലങ്കാരം നിർത്തുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവളുടെ ഹസ്ബൻഡിന് അവളെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തി കൊടുക്കുന്നു. അവളെ കണ്ട ഉടനെ തന്നെ അവളുടെ ഭർത്താവ് ഓടി സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞ് പ്രേതം അയാളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ നിന്നെയും എന്റെ കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങുമെന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്താണ് അവരുടെ വിവാഹമോതിരം അവന്റെ കഴുത്തിൽ കിടക്കുന്നതായി അവൾ കാണുന്നത്. ഇപ്പോഴും നിങ്ങളിത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുന്നു. അയാളത് കയ്യിലേക്ക് ഇടുന്നു. താൻ മരിച്ചതിന് ശേഷവും അയാൾ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്റെ മരണത്തിന് കാരണം ഒരിക്കലും ഭർത്താവല്ല എന്ന് അവൾക്ക് തോന്നുന്നു. ഈ സമയം സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ വൃദ്ധനായ ആള് ഒരു ഡിവൈസ് ഉപയോഗിച്ച് അവിടെ നടന്ന സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവളുടെ ഭർത്താവിന്റെ ദേഹത്ത് ഭൂമിയിൽ നിന്ന് ഒരു ആത്മാവിനെ അവര് സ്വർഗത്തേക്ക് കൊണ്ടുപോയിരുന്നല്ലോ, അവിടെ നിന്ന് ഹീറോയിനെ കൊണ്ട് രക്ഷപ്പെട്ട ആത്മാവില്ലേ, ആ ആത്മാവ് ഭർത്താവിന്റെ ദേഹത്ത് കയറിയിട്ട് അവളെ തള്ളിയിടുകയായിരുന്നു, അല്ലാതെ ഭർത്താവായിരുന്നില്ല അത് ചെയ്തിരുന്നത്. ഇത് കാണുന്ന ഭർത്താവട്ടെ വല്ലാതെ തന്നെ ദേഷ്യപ്പെടുന്നു. ഇവൻ ആരാണെങ്കിലും ഇവനെ ഇപ്പൊ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ഉടനെ തന്നെ സ്ത്രീ അവളുടെ കവിളിൽ പിടിച്ചിട്ട് എന്തായാലും ഇപ്പോഴെങ്കിലും സത്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതിൽ വളരെ സന്തോഷം. എന്റെ മരണത്തിൽ നിനക്കൊരു പങ്കുമില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇത് മാത്രം മതിയെന്ന് പറയുന്നു. ഈ സമയം സ്ഫോട സ്പിരിറ്റും വൃദ്ധനും കൂടി അവനെ മേൽലോകത്തേക്ക് കൊണ്ടുപോകുന്നു. തന്റെ ഭാര്യയെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അയാൾ വിഷമത്തോടെ താഴേക്കിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ശുഭമായി അവസാനിച്ചതോടെ തന്നെ ഹീറോയിനും ഹീറോയും കൂടി പുറത്ത് നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും അവളുടെ ഓണർ മറക്കാൻ പോകുന്നില്ല. പക്ഷേ ആ പ്രേതമാവട്ടെ അവളെ മേൽലോകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളെ കൊണ്ട് സൂപ്പ് കുടിപ്പിക്കും. അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും അവൾ ഓർക്കില്ല എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു. അപ്പോൾ ഹീറോ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും മനുഷ്യൻ തന്നെയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് നീ പറയുന്നതെന്ന്. മേൽലോകത്തെ ഹീറോയിന്റെ ജോലി അതായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ചെറുതായിട്ട് അതൊക്കെ ഓർമ്മ വന്നതാവാം. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ജോലിക്ക് പോകുമായിരുന്നു. നമ്മുടെ പ്രൊഫസറുടെ വീട്ടിൽ അവൾക്ക് ചായ ഉണ്ടാക്കാനുള്ള ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പോകുന്ന വഴി അവൾ പൂക്കളോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്രൊഫസർ അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പ്രൊഫസർ പറയുന്നുണ്ട്, തനിക്ക് ചായ ഉണ്ടാക്കാനല്ല അവളെ നിയമിച്ചിരിക്കുന്നത്, തനിക്കൊരു ഷോപ്പുണ്ട്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു.
തനിക്ക് ഒരു പ്രൊഫസറായിട്ട് കോളേജിൽ ജോലിയുണ്ടെന്നും അതുകൊണ്ട് ഇത് നോക്കി നടത്താൻ സമയമില്ല, അതുകൊണ്ട് ഇത് നേരാവണ്ണം നോക്കി നടത്തണമെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ ഒരു ഷോപ്പ് താനെങ്ങനെ ഒറ്റയ്ക്ക് നോക്കി നടത്തുമെന്ന് വിചാരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് പുറകിൽ നിന്ന് എഴുന്നേറ്റ് വിളിക്കുന്നു. ഇന്ന് മുതൽ അവളും അവളുടെ കൂടെ കാണുമെന്ന് പറയുന്നു. അയാള് അവളുടെ പ്രൊഫസറാണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് നിന്നെ കണ്ടാൽ അറിയില്ലേ എന്ന്. ഇല്ല, ഇതുവരെ എന്നെ അറിയില്ല, അറിയാവുന്ന ഒരു സമയം വരും. കോളേജിലും അങ്ങേരെ അറിയാത്ത പോലെ നടക്കുന്നതായിരിക്കും നല്ലത്. അങ്ങേരനെ കണ്ടുപിടിക്കുന്നവരെ എനിക്കിവിടെ വരാമല്ലോ എന്ന് ഹീറോയിൻ്റെ കൂടെ പറയുന്നു. ഈ സമയം അവിടെ ഷോപ്പിൽ ബാക്കി വന്ന കുറച്ച് ബ്രെഡ് ഒരു വേസ്റ്റിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു നമ്മുടെ ഹീറോയിൻ. അപ്പോൾ അവിടെ വേസ്റ്റൊക്കെ വാരാൻ നിൽക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, ഇത് കുറേ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് വെറുതെ പാഴാക്കി കളയണ്ട. എൻ്റെ അറിവിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, ഇത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തോളാം എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് ചീത്തയായ ബ്രെഡാ, അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കണ്ട, ഞാൻ വേറെ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെ ഹീറോയിൻ പോയി വേറെ ഒരു പാത്രത്തിൽ നല്ല ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഹീറോയിൻ പറയുന്നു, ആ സാൻഡ്വിച്ച് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ്, ഇത് ആ കുട്ടിക്ക് കൊടുക്കുമെന്ന്. ഈ സമയം നമ്മുടെ ഹീറോ ആവട്ടെ അവൾക്ക് വീണ്ടും സ്റ്റിക്കർ മെസ്സേജ് അയക്കുന്നു. എല്ലാ പ്രാവശ്യവും അത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരുമായിരുന്നു, എന്നാൽ ഈ പ്രാവശ്യം അവൾക്ക് ചിരിക്കാൻ മാത്രമേ തോന്നിയുള്ളൂ. ഇതിന് മാത്രം ഒരു ഇഷ്ടം അവൾക്ക് ഹീറോയോട് അതിനോടകം തോന്നിക്കഴിഞ്ഞിരുന്നു. മുത്തശ്ശിയോടൊപ്പം ബേക്കറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഹീറോയ്ക്ക് വീണ്ടും എന്തോ പ്രശ്നം നടക്കുന്നതായി തോന്നുന്നു. കയ്യിൽ വീണ്ടും ചുമന്ന രൂപത്തിലുള്ള അടയാളം രൂപപ്പെടുന്നു. അങ്ങനെ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ എത്തിയപ്പോൾ ഒരു കുട്ടി ഒരു ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ ബ്രെഡുകൾ മോഷ്ടിക്കുന്നതായി കാണുന്നു. അതിന്റെ ഓണർ വരുമ്പോഴത്തേക്കും ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ കുട്ടിയാവട്ടെ, നമ്മൾ നേരത്തെ കണ്ടില്ലേ വേസ്റ്റ് കോരാൻ നിന്ന സ്ത്രീ, അവര് ഈ കുട്ടിക്കാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കുട്ടിയാണെങ്കിൽ മോഷ്ടിച്ച ഭക്ഷണം നല്ലപോലെ കഴിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുപോയി അച്ഛൻ ഈ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ആ സ്ത്രീ ആവട്ടെ വല്ലാതെ അന്തം വിടുന്നു. അങ്ങനെ സംശയം തോന്നുന്ന സ്ത്രീ ആവട്ടെ അവന്റെ പുറകെ പോയി നോക്കുന്നു. എന്നാൽ ആ സ്ത്രീക്ക് അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛന്റെ ആത്മാവിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.